കെമിസ്ട്രി സ്റ്റഡി വ്ളോഗ് ആയാലോ? കെമിസ്ട്രിയാണ് ഇനി അടുത്ത എക്സാം. അപ്പോൾ കെമിസ്ട്രി അങ്ങ് പഠിച്ചെടുക്കാം കേട്ടോ. എൻ്റെ സൗണ്ട് അങ്ങനെ കറക്റ്റ് അങ്ങ് ശരിയായിട്ടില്ല കേട്ടോ, എന്നാലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കെമിസ്ട്രി പിന്നെ കുറച്ച് അത്യാവശ്യം തിയറി മാത്രമല്ലാണ്ട് രണ്ടും മിക്സ് ആയിട്ടുള്ള വിഷയമല്ലോ. 90 വന്നതോടുകൂടി അത്യാവശ്യം ഫുള്ള് പ്രാക്ടിക്കലായിട്ടുള്ള സംഭവങ്ങളാട്ടോ കെമിസ്ട്രിയിൽ. ഈ സ്റ്റഡി വ്ളോഗ് ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ടൈമില്ലായിരുന്നു കേട്ടോ ഹിന്ദി പഠിക്കാൻ. 2 ദിവസം ഉള്ളായിരുന്നു. ആ 2 ദിവസം കൊണ്ട് പഠിക്കാൻ മാത്രമായിരുന്നു ടൈമുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ടൈം ടേബിൾ നമ്മളല്ലല്ലോ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് ടൈം ടേബിൾ വരുമ്പോൾ. പക്ഷേ ഫസ്റ്റത്തെ ടൈം ടേബിളിനേക്കാളും ഇച്ചിരി കൂടെ നല്ല ടൈം ടേബിളാണെന്നൊക്കെ പറയാം കേട്ടോ ഇത്. പക്ഷേ ആദ്യം നമുക്കൊരു ടൈം ടേബിൾ വന്നായിരുന്നു കേട്ടോ. അതൊരു വെറും വൃത്തികെട്ട ടൈം ടേബിൾ എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം അതിനകത്ത് നമുക്ക് ഒട്ടും ടൈമില്ലായിരുന്നു പഠിക്കാൻ. എല്ലാം ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസമൊക്കെ ആയിരുന്നു പഠിക്കാനുള്ളൂ. രണ്ടാമത്തെ ടൈം ടേബിൾ വലിയ സീനൊന്നുമില്ല കേട്ടോ. രണ്ടാമത്തെ ടൈം ടേബിൾ നമുക്ക് കുറച്ചുകൂടി അങ്ങ് പഠിക്കാനുള്ള സമയമൊക്കെ കിട്ടി. ചില സബ്ജക്ട്സ് ആണ് കുറച്ച് പ്രശ്നമായിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കെമിസ്ട്രി പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ കുറച്ചൊക്കെ നോട്ടിലോട്ട് എഴുതിയെടുത്തുണ്ട്. അതുമല്ല ഫസ്റ്റ് ടൈമിൽ സെക്കൻഡ് ടൈമിലേക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊക്കെ പഠിച്ച് തീർക്കാനുള്ള സമയമുള്ളൂ ഇതൊക്കെ. ഇനി ഗീവ് അവേയുടെ കാര്യങ്ങൾ പറഞ്ഞാലോ? ഗീവ് അവേ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. ചിലവർ ഞാൻ ഗീവ് അവേ എന്നുള്ള വീഡിയോയുടെ തംബ്നെയിൽ കാണിക്കുമ്പോൾ തന്നെ അത് കണ്ടിട്ട് പിന്നെ വീഡിയോസ് ഒന്നും കാണാറില്ല. അതെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാട്ടോ.